എന്നെ ഒരു ദിവസം വിളിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കണം, ടീച്ചറെ സെക്സ് ചെയ്യുമ്പം 2 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോ 1 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോന്ന്. അപ്പൊ ഞാനിങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. ശിവമാരൊക്കെ അടുക്കാൻ ഇതിനെ കാണുന്നത് ഒരു ട്രയൽ ആൻഡ് എററിലെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഒരു സെക്സ് ലൈഫിനെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്ത ആള്. എല്ലാവരും ഒരു വെടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ശ്രീലക്ഷ്മി അറക്കൽ, ശ്രീലക്ഷ്മി അറക്കലെന്നോ ശ്രീലക്ഷ്മി അറപ്പെന്നോ എന്തു വേണോ നമുക്ക് പറയാം, എല്ലാത്തിനും ആപ്റ്റായ ഒരു സംഗതിയാണ്. നമുക്കറിയാം ശ്രീലക്ഷ്മി അറക്കലിനെ അറിയാത്തവരായി ആരും കാണത്തില്ല. എന്താണ് ആക്ടിവിസ്റ്റ്, ഈ പറയുന്ന ഫെമിനിസ്റ്റ്, പിന്നെ അങ്ങനെ എന്തൊക്കെയാണ്, പിന്നെ ടെറിസ്റ്റ്, പിന്നീട് സെക്സിസ്റ്റ്, അങ്ങനെയൊക്കെ പലതും പറയാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പേര് വേണോ ഇട്ട് വിളിക്കാം. നമുക്ക് അവസാനം നമുക്കറിയാം ദീപകിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ ചത്തത് നന്നായി നന്നായി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട ശ്രീലക്ഷ്മി അറപ്പ് ഇപ്പോ ലൈവിലാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ലൈം ലൈറ്റിൽ ഇപ്പൊ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ശ്രീലക്ഷ്മി അറക്കൽ എന്താണ് എന്നുള്ളതിന് കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന ഒരു ഇന്റർവ്യൂ ഒരു 3-4 ദിവസം മുമ്പ് ഈ പറയുന്ന ഏതാണ് മീഡിയ ഒറിജിനൽസ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുണ്ട്. പോയി കാണുക, നന്നായി നമുക്ക് ഇഷ്ടപ്പെടും ആ ഒരു സാധനം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അവിടെ ശ്രീലക്ഷ്മി അറക്കൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താൻ ആരാണെന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഞാൻ, മനസ്സിലായോ? ഈ പറയുന്ന ഫെമിനിസ്റ്റുകളെല്ലാം, അല്ലെങ്കിൽ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സോ കോൾഡ് ആക്ടിവിസ്റ്റുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് പറയാം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കേസ്, ഈ ശ്രീലക്ഷ്മി അറക്കൽ അല്ലെങ്കിൽ അറപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ തെറി മാത്രം വിളിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ടീച്ചറാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഫിസിക്സ് ടീച്ചറാണ്. ഈ ടീച്ചറിനോട് സ്വന്തം സ്റ്റുഡന്റ് ചോദിച്ച ഒരു സംശയമുണ്ട്. ആ സംശയത്തിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഓക്കെ, ആ സംശയം നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഒരു ഞാനൊരു പ്ലസ് ടു തോറ്റ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അവൻ. അപ്പം ഞാൻ അവനെ സേ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ കോളേജിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കണം, ടീച്ചറെ സെക്സ് ചെയ്യുമ്പം 2 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോ 1 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്താണ് അങ്ങനെ ചോദിച്ചേ? അത് 2 കോണ്ടം ഇട്ടാൽ കുറച്ച് സേഫ്റ്റി ആയിരിക്കുമല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, 2 കോണ്ടം ഒരിക്കലും ഇടരുത്, അത് ഫ്രിക്ഷൻ കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് അത്ര ട്രസ്റ്റ്. അപ്പൊ അത് ഞാനത് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ ഞാനത് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. ഞാനെല്ലാം കൃത്യമായിട്ട് എൻ്റെ സ്റ്റുഡന്റിനെ ചെയ്ത് പഠിപ്പിക്കുന്നത്. അതായത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അവൻ +2 തോറ്റു. അവന് സ്റ്റേ ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ വീട്ടിൽ അവർ പറയുന്നുണ്ട് ഞാൻ ഹോം ട്യൂഷൻ ആണ് എടുക്കുന്നത്. എൻ്റെ പൊന്നു രക്ഷാകർത്താക്കളെ, ഹോം ട്യൂഷൻ കൊടുക്കണൊക്കെ കൊള്ളാം, പഠിപ്പിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിച്ചത് ആൺകുട്ടിയാണ്, പെൺകുട്ടികളെന്ന് പരാതി ചോദിക്കില്ല. സ്പെഷ്യലൈസ് ചെയ്ത് എനിക്ക് ആൺകുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ നോട്ട് ചെയ്യാൻ ഇതിനകത്തൊരു കേസ്, +2-ന് തോറ്റ് സ്റ്റേ ചെയ്താൻ വേണ്ടി പഠിപ്പിക്കാൻ പോയ പയ്യനാണ് ഈ പയ്യൻ. അത് കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞ് ഡിഗ്രി ആയതിനു ശേഷമാണ് എവന്റെ പിന്നെ എന്താണ് എൻ്റെ ടീച്ചറിനോട്, എൻ്റെ പുന്നാര ടീച്ചറിനോട് ഒരു സംശയം ചോദിക്കുന്നു. സംശയം മറ്റൊന്നുമല്ല, ഈ പറയുന്ന നമ്മുടെ സെക്സ് ചെയ്യുമ്പോൾ 1 കോണ്ടം ഇട്ടാലാണോ സേഫ് അതോ 2 കോണ്ടം ഇട്ടാലാണോ സേഫ് എന്ന് ടീച്ചറിന് ആദരണീയനായ എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ടീച്ചറായ അറക്കൽ പറഞ്ഞു കൊടുത്തു, എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? മോനെ അതൊന്നല്ല, അത് ഫിക്ഷൻ കൊണ്ടിരുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് 1 കോണ്ടം തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത് കണ്ടോ, ഈ കുട്ടികൾ എന്നോടുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് വിളിച്ച് ചോദിക്കുന്നത് കണ്ടോ എന്ന് പറയുമ്പോൾ അറപ്പ് മനസ്സിലാക്കാനുള്ളത് +2 തോറ്റ് 4 കൊല്ലം കഴിഞ്ഞ് നിൽക്കുന്നവൻ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അവൻ ഏതാണ്ട് എങ്ങനെ പോലും 10-18 വയസ്സാവും. അവൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് സംശയമല്ല, മനസ്സിലായോ? അതൊരു സംശയമല്ല. താങ്കളുടെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ, അതും ഫിസിക്സ് പഠിപ്പിക്കുന്ന താങ്കളുടെ അടുത്ത് ബയോളജി പരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ താങ്കളെ അവൻ അങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ്, മനസ്സിലായോ? കൊച്ചി ഇറങ്ങണമെന്നും അല്ലല്ലോ. താങ്കളെ അവൻ അങ്ങനെയാണ് കാണുന്നത്, അല്ലാതെ താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു സംശയം ദൂരീകരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചതല്ല. പക്ഷെ താങ്കൾ എങ്ങനെയാണ് അവൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തത്, എന്ത് വൃത്തികേടും താങ്കളുടെ അടുത്ത് ചോദിക്കാം. ഇനി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എത്ര ടൈം എടുക്കണം, ഏതൊക്കെ പൊസിഷൻ വേണം, ഇതൊക്കെ താങ്കളോട് ഉറപ്പായിട്ടും ചോദിച്ചാൽ താങ്കളെ ഒരു മറയും ഇല്ലാതെ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ വേണമെങ്കിൽ പ്രാക്ടീസ് വരെ ചെയ്തിരിക്കുന്ന വില്ലിങ് ആണ് എന്നറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് താങ്കളുടെ മഹത്വമല്ല. അത് ഏതൊരു പയ്യന്മാരെ, ഈ പറയുന്ന ടീനേജ് പയ്യന്മാർ ഇതുപോലെ തൽപര കക്ഷികളോട്
ചോദിക്കും. അത് അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ താങ്കൾ പഠിപ്പിച്ച മഹിമ കൊണ്ടെന്നല്ല. അതായത് താങ്കൾ വലിയ ബഹുമാനത്തോടെ ചോദിക്കുന്നില്ല. അവന്റെ ഉള്ളിയിരിപ്പ് വേറെയാണ്. അല്ലെങ്കിൽ ആ ഉള്ളിയിരിപ്പ് കൊണ്ടുവന്നത് താങ്കളുടെ പഠിപ്പിപ്പായിരുന്നു. ഫിസിക്സ് അല്ലേ പഠിപ്പിക്കാൻ പോയത്. ഈ രക്ഷകർത്താക്കൾ എന്തറിഞ്ഞിട്ടാണ്? അതും ഹോം ട്യൂഷൻ, നോട്ട് ദ പോയിന്റ്, ഹോം ട്യൂഷൻ, വീട്ടിൽ പോയിരുന്ന് പഠിപ്പിക്കുകയാണ്. കർത്താവേ. ഇതാണ് ശ്രീലക്ഷ്മി അറക്കൽ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രീലക്ഷ്മി അറക്കലിന് ആണുങ്ങളോട് വെറുപ്പാണ്. സത്യം, ആണുങ്ങളോട് വെറുപ്പാണ്. അത് വേണമെങ്കിൽ ആദ്യം ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് അർത്ഥം കേൾക്കാം. ഓക്കെ. എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. യുവമാരൊക്കെ അടുക്കാനും കൊള്ളത്തില്ല, അടുത്തിട്ടുണ്ടേ എന്തൊരു എനിക്ക് ആണുങ്ങളെ സ്വഭാവം. ആണുങ്ങൾ ബേസിക്കലി ധൈര്യം ഇല്ലാത്തവന്മാരാണ്. ഉണ്ടല്ലോ, അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ആണുങ്ങളോട് അവൾക്ക് വെറുപ്പാണ്. ആണുങ്ങളോട് ഇങ്ങനെ തുടക്കമേ വെറുപ്പുള്ള ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ആണുങ്ങളെ കുറിച്ചൊക്കെ ഈ പറയുന്ന ദീപകിനെ കുറിച്ചായിക്കോട്ടെ, ആരെ കുറിച്ചൊക്കെ വിമർശിക്കുക എന്നുള്ളത് സംഭവം ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ അടുത്ത ഒരു ഭാഗമുണ്ട്. ഇനി അടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ അടുത്ത ഭാഗം വെക്കാമേ, കേൾക്കണേ. എടുക്കുന്നു, പോകുന്നു, അങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത്. ഇപ്പൊ അത് തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോ എനിക്കൊരു ഒരാണിനോട് ക്രഷ് തോന്നി. അല്ല, റൂം എടുക്കുന്ന പോകുന്ന പ്രശ്നം. പക്ഷെ എനിക്കൊരു ബോയുടെ അടുത്ത് ക്രഷ് തോന്നി. കുറച്ച് നിങ്ങൾ പറഞ്ഞ് ആണുങ്ങളുടെ അടുത്ത് വലിയ എതിർപ്പാണെന്ന്. ചിലപ്പോ ഈ ഒരു റിലേഷൻ കൊണ്ടാവാൻ എതിർപ്പ് വന്നത്. കുഴപ്പമില്ല, ബാക്കി പറ. ചെയ്തു എന്താ പറയാ, ഞാൻ അവനുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് 10 പേരായിട്ട് സെക്ഷൽ കോണ്ടാക്ട്. ആണിനോട് വെറുപ്പാണ്, പക്ഷെ 10 പേരായിട്ട് ഇനി ഞാൻ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ട്. വിരലിൽ എണ്ണാവുന്ന സെക്ഷൽ കോണ്ടാക്ട്, വളരെ പഞ്ചപാവ 10 പേരായിട്ട് ഞാൻ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ളൂ. വിശ്വസിച്ചു. ബാക്കി ഉണ്ടായിട്ടില്ല. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ ഇവർ പറയും, എടി നിനക്ക് 10 പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല, എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നതെന്നൊക്കെ. അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ടുകളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട്, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ടുകളഞ്ഞ കേസുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു പയ്യനായിട്ട് സെക്ഷൽ, അതായത് വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ഭയങ്കര ആ സെക്സ് വളർന്നു. എനിക്ക് ആണുങ്ങളോട് ഭയങ്കര വെറുപ്പാണ്. ആദ്യം ഒരു പയ്യന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അവനങ്ങ് വിട്ടുകളഞ്ഞു. മറ്റേ അവിടെ തിന്നു അങ്ങനെയല്ല. പിന്നെ ഒരു പയ്യന് വളരെ കാഷ്വൽ ആയിട്ട് കണ്ടപ്പോഴേ കൊള്ളാം, വാ നമുക്കൊന്ന് സെക്സ് ചെയ്ത് കളയെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി സെക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ അടുത്ത് പ്രേമം മൂത്ത്. അല്ല, നീ അല്ലടി പറയുന്നത് നിനക്ക് ആണുങ്ങളോട് പിന്നെ ഇതാണെന്ന്. മറ്റേ പറച്ചില് മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മുടെ ആവശ്യങ്ങൾക്ക് ആണുങ്ങൾ വേണം അല്ലേ. അങ്ങനെ അത് ഇനി ലെസ്ബിയൻ അങ്ങനെ വല്ലതും അതല്ല, ആണുങ്ങളെന്നല്ല പറഞ്ഞത്. അതായത് ഒരു പയ്യനായിട്ട് ആദ്യം ഉണ്ടായി അവനങ്ങ് വിട്ടുകളഞ്ഞു. രണ്ടാമത് ഒരുത്തനെ അങ്ങനെ പോയി നോക്കില്ല, കൊള്ളാം മൊഞ്ച് കൊള്ളാം വാ എന്ന് പറഞ്ഞ് റൂമിലെടുത്തോട്ട് അവനുമായിട്ട് സെക്സ് ചെയ്തപ്പോ പിന്നെ അവനുമായിട്ട് എനിക്ക് പ്രേമമായി. ബാക്കി കേക്ക് പറയണ്ട്. അങ്ങനെ ഭയങ്കര പ്രേമം ആയിപ്പോയി. അത് കുറെ കൊല്ലം കണ്ടിന്യൂ ചെയ്തു. അങ്ങനത്തെ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇതിനെ കാണുന്നത് ഒരു ട്രയൽ ആൻഡ് എററിലെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ട്രയൽ ആൻഡ് എറർ പോലെയാണ് കാണുന്നത്. ഈ സെക്സിലെ ട്രയലാണ്, ഓരോ ട്രയൽ ചെയ്തു. ബാക്കി കേട്ടോ, ഈ ഒരു സെക്സ് ലൈഫിനെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തയാള് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ആദ്യം ചിലപ്പം നമ്മളുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകൃഷ്ടരാകുന്നത്, സെക്സിനകത്ത് ആകർഷാവില്ല. രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും ഇത്. മറ്റൊന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് അല്ലാതെ കുറച്ച് സമാധാനം തരുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായ. നമ്മൾ ഫിൽട്ടർ ചെയ്യണം. നമുക്ക് ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ ഒരാളുടെ ബോഡി ആകർഷിക്കും, അവനെ വിളിച്ചോണ്ട് വരിക, റൂബി കയറ്റുക, സെക്സ് ചെയ്യുക. അപ്പൊ തോന്നും ശരിയാവില്ല, അവന്റെ ബോഡി മാത്രമല്ല മറ്റത് ശരിയല്ല. ഇനി അടുത്തവനെ കാണുമ്പോൾ അവന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇഷ്ടപ്പെടും, കൊണ്ടുവരിക, സെക്സ് ചെയ്യുക. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ ഇത് ശരിയല്ല. ചിലവർ എന്താണ്, ഇവർ പറഞ്ഞ് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഓരോരുത്തരെ വിളിച്ച് കാണുന്നവരെയൊക്കെ ഇങ്ങനെ വിളിച്ച് ഫിൽട്ടർ ചെയ്യണം. അവൻ ബെഡ്റൂമിൽ എങ്ങനെ, ബെഡിൽ എങ്ങനെയാണ്, അവൻ എത്ര സമയം ദീർഘനിലനിൽക്കുന്നു, അവൻ ഏതൊക്കെ പൊസിഷനിൽ, ഇതൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യണം. അതാണ് എൻ്റെ സെക്ഷൽ ലൈഫ്. അല്ല, ആണുങ്ങളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പം ഇങ്ങനെ എക്സ്പെരിമെന്റിന് ട്രയൽ അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് അവന്റെ ഓരോ സ്റ്റൈലിൽ വിളിച്ച് അങ്ങനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോയി അവസാനം ഒരാളെ കിട്ടും എന്നാണ് ഉള്ളു ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. ബാക്കി മനസ്സിലായിട്ടുള്ളത്, ഓരോ ആൾക്കാരായിട്ട് സെക്സ് ചെയ്യുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യും. എല്ലാം കൂടി വരുമ്പോൾ പൊളിറ്റിക്കലും അങ്ങനെ എല്ലാ എലമെന്റും കൂടെ കൂടുതൽ ഫിൽട്ടർ ചെയ്ത്
കൂടുതൽ നല്ല ബെറ്റർ ആളെയാണ് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ താങ്കൾ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതില്ല ലിവിങ് ടുഗദർ ആണ് ഇഷ്ടം? ഇല്ല, അതുമില്ല. വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് ഒരാൾ ക്യാഷ്വൽ. എനിക്ക് ആത്മാർത്ഥപ്രേമം ഇല്ലാത്ത എല്ലാവരോടും എനിക്ക് ഇതുവരെ പ്രേമിച്ച എല്ലാവരും അതാണ് നമ്മുടെ പ്രേമത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കല്യാണം ഒന്നും അല്ല. അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ് പ്രേമത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക ലിവിങ് ഏതുമില്ല. കാരണം പരാഗണം നടക്കൂലേ, പരാഗണം. അതായത് പട്ടികൾ അറിയും, പട്ടികൾ ഈ റോഡിൽ കിടക്കുന്ന പട്ടികൾ ഇങ്ങനെയാണ് ഓടിപ്പോകുന്ന ഏതെങ്കിലും ഒരു കൂത്തിപ്പട്ടിയെ കിടമ്പോൾ ഓടി ചെല്ലുക, പരാഗണം നടത്തുക, പോവുക. അപ്പൊ എനിക്ക് പരാഗണം ചെയ്യണം. അതായത് ലിവിങ് ടുഗദർ ഇഷ്ടമല്ല, അവൻ അടിച്ചു കയറിയതില്ല. അത് ലിവിങ് ടുഗദർ ഇഷ്ടമല്ല, കല്യാണം ഇഷ്ടമല്ല, എനിക്കിങ്ങനെ പരാഗണിച്ച് നടക്കുന്നു. ഇതാണ് ഇവിടെയുള്ള ടീച്ചേഴ്സ് ഈ പറയുന്ന കുട്ടികൾക്ക് പറഞ്ഞു പഠിപ്പിച്ചെടുക്കണം. നീ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ നീ വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, മറ്റേതിടണം, മറിഞ്ഞതൊക്കെ നമ്മൾ സെക്ഷൽ പിന്നെന്താണ് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് വരെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മൾ ട്രെയിനിങ്, അതായത് ട്രെയിലർ വരെ നമ്മുടെ ടീച്ചർ അറക്കൽ കാണിച്ചു കൊടുക്കുമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മറ്റൊരു കേസ് പറഞ്ഞത്. ഇതൊക്കെ ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ റീൽ കിട്ടിയേക്കാണ്. അങ്ങനെയുള്ള ഒരു വെടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആൾക്കാരെല്ലാം ഞാൻ വെടി എന്ന് പറയുകയാണ്. ഞാൻ നാളെ പോയി തൂങ്ങിച്ചത്താൽ നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കും. തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ആണാ? എനിക്കറിഞ്ഞൂടാ, താങ്കൾ തന്നെ ചോദിക്കുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ താങ്കൾ ഇടുന്നു, എന്നിട്ട് താങ്കൾ തന്നെ പറയുന്നു താങ്കൾ ഒരു ഈ ആണോ എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ തോന്നുന്നവർക്ക് ഇനിയിപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെ തോന്നിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ മൂക്കുത്തിയൊക്കെ ഇട്ട ഒരുത്തി വന്നിരുന്നല്ലോ, അവളായാലും ഇവളായാലും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഫേക്ക് ഫെമിനിസ്റ്റുകളും ഈ പറയുന്ന ഫേക്ക് ആക്ടിവിസ്റ്റുകളുമാണ്. മനസ്സിലായോ? ഇവരെ രണ്ടുപേരും, ഈ രണ്ടുപേരുടെ കേസ് ചോദിച്ചാലും ഈ രണ്ടുപേരും ആ ഒരു റെയിലും കൂടി നിങ്ങൾ കണ്ടോ? ഞാൻ അവിടെ ഇട്ടുതരാം. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. അതായത് കുറേ വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് 10, 12, 20 ഒക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാൾ മാത്രമാണ് എന്റെ അമ്മ. അപ്പം അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ അത് തിരിച്ചറിഞ്ഞു. അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോയതാ ഇയാളെ. അപ്പം പക്ഷെ എന്റെ അച്ഛനൊരു അബ്യൂസറാ. സ്വന്തം അച്ഛനെതിരെ കേസ് കൊടുത്ത്, അതായത് സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചു, എന്റെ അച്ഛൻ അബ്യൂസർ ആണെന്ന് പറയുന്ന മുക്കറയിട്ട നമ്മുടെ ചേച്ചിയും, അതുപോലെ ലവളും പറയുന്നു എന്റെ അച്ഛൻ 10-20 പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്, അതിൽ ഒന്ന് വേസ്റ്റ് ആയിട്ട് ഉണ്ടായതാണ്. മനസ്സിലായി? അങ്ങനെ വേസ്റ്റ് ആയിട്ട് ഉണ്ടായതിന്റെ സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വന്തം അച്ഛനെ വരെ അച്ഛനെതിരെ വരെ ഈ പറയുന്ന ലൈംഗിക ആരോപണങ്ങൾ നടത്തുന്നവരാണ് ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നവർ ഇവരെ ഒന്നും അടുപ്പിക്കരുത്. ഇങ്ങനെയുള്ള വൃത്തികെട്ട നാണംകെട്ട സ്വഭാവമുള്ള നാണംകെട്ട ചിന്താഗതിയുള്ളവരെ നിങ്ങൾ ഇതിനകത്ത് അടുപ്പിക്കുന്നത് കൊണ്ടാണ് ഈ മൊത്തം നിങ്ങളെ ഫെമിനിസ്റ്റുകളെ ഈ പറയുന്ന സാധാരണ ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. കാരണം ഇതുപോലുള്ള അഴുക്കുകൾ നിങ്ങളുടെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആക്ടിവിസ്റ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് 4 ആൾ അറിയണമെങ്കിൽ അവരെ ഉടനെ, അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടികളെ പോലെ ഓടി നടന്ന് ലൈംഗിക ഈ പറയുന്ന സെക്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ എനിക്ക് തുണിയവത്ത് കാണിക്കണം, എനിക്ക് വൈറലാകണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടിവിസ്റ്റ് ആണ് എന്ന് സ്വയം ലേബൽ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുക. അതിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മാരണം കാണിച്ചത് ഞാൻ എൻ്റെ ഇഷ്ടമാണ്, നിങ്ങളൊക്കെ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡ് അവരെടുക്കുന്നു. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പരാഗണം നടത്തുന്നു, ഓടി നടന്ന് ചാടി നടന്ന് മൃഗങ്ങളെയൊക്കെ വെല്ലുന്ന വേറെ വിളിക്കുന്നു, സെക്സ് ചെയ്യുന്നു, ഇഷ്ടമുണ്ടോ? എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, പോട്ട്. അവൻ ഇത്ര ദൈർഘ്യം പോരാ, പോട്ട്. അവന്റെ ഈ പൊസിഷൻ പോരാ, പോട്ട്. അല്ലെങ്കിൽ അവന്റെ ബോഡി അത്ര പോരാ, പോട്ട്. അല്ലെങ്കിൽ അവൻ ഇന്നത് ചെയ്യുന്നില്ല ഈ സമയത്ത്, പോട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ട് അത് വലിയ കാര്യത്തിൽ വിളിച്ചു പറയുന്നു. ഇതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു ടീച്ചറാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് സങ്കടം. ഈ ടീച്ചറാണെന്നുള്ളത് പോട്ട്, അവിടെ ഇരിക്കട്ടെ. ഇവരെ ആര് പഠിപ്പിക്കാൻ വിടുന്ന രക്ഷകർത്താക്കൾ ആലോചിച്ച് നോക്കൂ. അതും ഹോം ട്യൂഷനാണ് ഇവർ എടുക്കുന്നതെന്ന് പറയുന്നത്. ഹോം ട്യൂഷനിൽ പോയി ട്യൂഷൻ ടീച്ചർ, ഒരുപാട് സിനിമകളുണ്ട്, ആഡൾട്ട്സുള്ള ഒരുപാട് സിനിമ ട്യൂഷൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ട്യൂഷൻ പഠിപ്പിക്കുന്നത് ബയോളജി, ഫിസിക്സ് ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കൽ മൊത്തം ബയോളജി ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ ഇതാണ്. ഇതിനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പേരിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതാണല്ലോ പറയുന്നത്. ഓടിപ്പോകുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുന്നു, പരാഗം ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അടുത്തുള്ള വിളിക്കുന്നു, പരാഗണം നടത്തുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയുള്ളവരെയൊക്കെ സമൂഹം പല വേദികളിലും വിളിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിടുകണം. ജയ് ഹിന്ദ്.